നമുക്കിന്ന് ലഞ്ച് പ്രിപ്പറേഷൻ ചെയ്യാം. തക്കാളി കറി ഉണ്ടാക്കാവേ. തക്കാളി ചെറിയതായിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ട് നമുക്കിന്ന് തക്കാളി തേങ്ങ അരച്ച് വയ്ക്കുന്ന കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം എല്ലാവരും ഇന്നിപ്പോൾ ലഞ്ച് പ്രിപ്പറേഷനിലായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഞാനും ലഞ്ച് പ്രിപ്പറേഷനാണ്. നമുക്ക് തക്കാളിക്കറി റെഡിയാക്കാവേ. തക്കാളിക്കറി റെഡിയാകുന്നു. അപ്പോൾ കടുക് പൊട്ടിച്ച് അതിന് പച്ചമുളകും കൂടിയിട്ട് കടുക് പൊട്ടിക്കാം. കഴിഞ്ഞ് ഇട്ട് കഴിയുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഒന്ന് നോക്കിയിട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് നമുക്ക് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. തക്കാളിക്കറി റെഡിയാകുന്നു. ജസ്റ്റ് അതൊന്നും കൂടെ നട്ട് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മാത്രമേ നമ്മുടെ തക്കാളിക്കറി റെഡിയാവുമേ. ഓക്കെ, അപ്പം റെഡിയായി. ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി കേട്ടോ. അപ്പോൾ ചാറ് കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ ഒരു കറി കൂടി വയ്ക്കാനുണ്ട്. ഓക്കെ, നമുക്കിന്ന് കായലിലെ കൊഴുവ, ചെറിയ കൊഴുവ കിട്ടിയിട്ടുണ്ടേ. അത് വെട്ടുവാണ് കേട്ടോ. അത് വെട്ടിയെടുക്കാനായിട്ട് കുറച്ച് സമയം പിടിക്കും. അപ്പം ഇത് കൊഴുവ നമുക്ക് തീരെ വറ്റിക്കാം, പിന്നെ കുറച്ച് വറുപ്പും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഇത് ഒത്തിരി എപ്പോൾ ഇത് വെട്ടി കഴിയുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒത്തിരി സമയം എടുക്കും വെട്ടാനായിട്ട്. എന്നാലും നോക്കാം. അപ്പോൾ ഞാനിത് കൊഴുവ നമുക്ക് പീര വറ്റിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഞാൻ തേങ്ങ ചെണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. സാധാരണ നമ്മൾ മീൻ വറ്റിക്കുന്നത് പോലെ ഒക്കെ തന്നെയാണ്. പിന്നെ കുരുമുളക് പൊടി ചേർക്കും കേട്ടോ. എല്ലാവരും ചേർക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ചേർക്കാറുണ്ട് കുരുമുളക് പൊടി. പീരയ്ക്ക് കുരുമുളക് പൊടി ചേർത്തു. അപ്പോൾ തേങ്ങയും കൂടി ചേർത്ത് നമുക്ക് കൊഴുവ പീര സ്റ്റാർട്ടിങ് തുടങ്ങാം. കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കുന്നതിന് മുമ്പ് കുറച്ച് ഉലുവ ഇടുവേ. ഉലുവ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് കടുക് പൊട്ടിക്കണം. കടുക് ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒന്ന് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ടുണ്ട്. ശേഷം നമ്മളുടെ തേങ്ങാപ്പീര ഇട്ട് കൊടുക്കാം. തേങ്ങാപ്പീര ഇട്ടു. പിന്നെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ശകലം വെള്ളം ഒഴിച്ച് കൊടുക്കണേ. ശകലം വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുത്ത് ഇത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഴുവായിട്ട് നമുക്ക് കുറച്ചും കൂടി ഇട്ട് കൊടുക്കണം. ഈ കൊഴുവ വെട്ടുന്നവർക്ക് മനസ്സിലാകും അത് എന്തൊരു പാടാണ്. എത്ര നേരം കൊണ്ടാണ് ഒരു കൊഴുവ വെട്ടിയെടുക്കുന്നത്. ടേസ്റ്റി ആയിട്ടുള്ളതാണ്. ചെറിയ മീനാണേലും നമുക്ക് ആരോഗ്യത്തിന് നല്ലതാണ് ചെറിയ മീനുകൾ. അപ്പം ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ കൊഴുവ പീര റെഡിയാകും ലഞ്ചിന്. പീര റെഡിയായോ എന്ന് നോക്കാം. എല്ലാം റെഡിയായിട്ടുണ്ട്. കൊഴുവ പീര റെഡി ആയിട്ടുണ്ടോ നോക്കട്ടെ. ഹായ്, എല്ലാം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് കൊഴുവ പീര. ഓക്കെ, അപ്പോൾ ഉച്ചയ്ക്ക് ഊണ് റെഡി.